പത്മനാഭൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ 24 ഭാവങ്ങളിൽ ഒന്നാണ് അനന്ത പത്മനാഭൻ എന്നത്. ഇവിടെ ഈ വിഗ്രഹമാകെ കടുശർക്കര യോഗത്തിലാണ് ഉള്ളത്. കടുശർക്കര യോഗം എന്നാൽ വളരെയേറെ നേരം വിശദമായി പറയേണ്ട ഔഷധക്കൂട്ട് തന്നെയാണ്. ആ ഔഷധക്കൂട്ട് കൊണ്ട് പൊതിഞ്ഞെടുക്കുന്ന വിഗ്രഹങ്ങളെയാണ് കടുശർക്കര യോഗത്തിലുള്ള പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത്. ഇവിടെ പത്മനാഭസ്വാമി സാന്നിധ്യമാകുമ്പോൾ ഈയൊരു ശ്രീകോവിലിൻ്റെ ചുവരുകളിലാകെ നാരദരും 33 ദൈവങ്ങളും സാന്നിധ്യമാകുന്നു എന്നൊരു വിശ്വാസവുമുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു സവിശേഷമായ പ്രാധാന്യമുള്ളത്, കടുശർക്കര യോഗത്തിലാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും ഈ വിഗ്രഹത്തിന് അകം നിറച്ചിരിക്കുന്നത് അത് പ്രത്യേകതരമായ രീതിയിലാണ്. വിഗ്രഹത്തിന് അകം നിറച്ചിരിക്കുന്നത് 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ്. സാളഗ്രാമങ്ങൾ എന്നാൽ നേപ്പാളിലെ ഗണ്ഡകി നദിയിലെ പ്രത്യേകമായിട്ടുള്ള ഒരു ശിലയാണ്. അതിൽ വിഷ്ണു സാന്നിധ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഗണ്ഡകി നദി വിഷ്ണുവിനെ ഗർഭത്തിൽ ചുമക്കുന്നുവെന്നും അങ്ങനെ വിഷ്ണുവിൻ്റെ അമ്മയായി തീരുന്നു എന്നുമാണ് സങ്കല്പം. അങ്ങനെ വിഷ്ണുവിൻ്റെ അമ്മയായി തീർന്ന ഗണ്ഡകി നദി ജന്മം കൊടുക്കുന്ന ശിലകൾക്ക്, സാളഗ്രാമങ്ങൾക്ക് ആ ഒരു ചൈതന്യം, വൈഷ്ണവ സാന്നിധ്യം വരുന്നു.